ഹായ്. എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ മതി, നല്ല അളിഞ്ഞ ലുക്കാണ്. എൻ്റെ ലുക്ക് പോലെ തന്നെയാണ് ഇന്ന് എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റും. കാരണം ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലേസിയാണ്, അത്യാവശ്യം സ്ട്രെസ്ഡാണ്. എനിക്ക് റീസൺ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പം ആക്ച്വലി 3 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല. രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി. എന്നുവെച്ചാൽ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതും പിന്നെ പുട്ടും ചെയ്തു. പിന്നെ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഹസ്ബൻഡിന് ലഞ്ച് ഞാൻ കൊടുത്തു വിട്ടിട്ടില്ല, പുറത്തുനിന്ന് കഴിച്ചോളാൻ പറഞ്ഞതാണ്. കുക്ക് ചെയ്യാൻ എനിക്ക് എന്തോ തോന്നിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഭയങ്കര ഈ വണ്ടികളുടെ ശബ്ദം കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾ ഈ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടെ താഴെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ വണ്ടികൾ വന്നും പോയും ഉണ്ടാവും. പക്ഷെ ഒരു കണക്കിന് അത് എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഈ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നതിനെക്കാട്ടും അത്യാവശ്യം കുറച്ച് ബഹളമുള്ളൊരു സ്ഥലമാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ ചൂസ് ചെയ്തത്. എന്തെങ്കിലും കുറച്ച് ചെയ്യണം എന്നുണ്ട്. അപ്പം ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സമയം പോകുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം വിചാരിച്ചു നിങ്ങളുടെ കൂടെ ഒന്ന് സംസാരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് അതിൻ്റെ ഒരു എനർജി വീണ്ടെടുക്കാൻ തോന്നുന്നു. ഇന്നത്തെ ഞാൻ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ക്ലീനിങ് വർക്ക് ഉണ്ട് വീട്ടിൽ. ഈ ടി വിയുടെ സ്റ്റാൻഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പം അത് പൊടിയാണ്, ഞാൻ പറഞ്ഞല്ലോ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല പൊടിയാണ്. എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, പൊടി തട്ടിയിട്ടില്ലെങ്കിൽ നന്നായിട്ട് അത് വൃത്തികേടായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഒന്ന് ഫ്രഷ് ആവാനുണ്ട്, ഒന്ന് കുളിക്കണം. പിന്നെ ഇന്ന് എനിക്ക് ഡിന്നർ കുക്ക് ചെയ്യണം. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താണോ വിചാരിച്ചത് അതുതന്നെ എനിക്ക് ഇന്ന് ഡിന്നറിന് ഞാൻ കുക്ക് ചെയ്യുകയാണ്. എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുറത്തൊന്നും എന്തായാലും ഞാൻ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഡിന്നർ എനിക്ക് കുക്ക് ചെയ്യണം. ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്നത്തത്. ഞാൻ ആദ്യം ക്ലീനിങ്ങിലേക്ക് കടക്കട്ടെ. ടി വി സ്റ്റാൻഡ് ഒന്ന് കുറച്ച് വൃത്തികേടായിട്ടുണ്ട്, ഞാൻ കാണിച്ചു. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാട്ടോ ഇതൊക്കെ ചെയ്യാറ്. എല്ലാ ദിവസവും ഈ പണിയൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലല്ലോ. ഇങ്ങനെ വീക്ക്ലി വൺസെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാതെ വൃത്തികേടായി കിടക്കും. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നിറയെ പൊടിയാണ്. പുറത്ത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ റോഡ് സൈഡ് റോഡ് വെച്ചാൽ അങ്ങനെ മെയിൻ റോഡൊന്നുമല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം റഷായിട്ടുള്ളൊരു ബിസി ആയിട്ടുള്ളൊരു റോഡ് തന്നെയാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് നല്ല പൊടിയായിരിക്കും. ഇപ്പം നാട്ടിലൊക്കെ നമ്മൾ ഒരു 2 ആഴ്ചയൊക്കെ പോയി നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കാല് കുത്തുമ്പോഴത്തേക്ക് അവിടെ പൊടി ഉണ്ടാവും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മൊത്തം അടിച്ചു വാരി തുടച്ച് കഴിയാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ നടക്കുമ്പോഴേ കാലിലിങ്ങനെ വല്ലാതെ പൊടി പറ്റും. അപ്പം എല്ലാ ആഴ്ചയും മറന്നു പോവാതെ ഞാൻ തുടയ്ക്കാറുണ്ട്. ഇനിയിപ്പോൾ മറന്നു പോയിട്ടില്ലെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നിറയെ പൊടികളുണ്ടാവും കേട്ടോ. പിന്നെ ടി വിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പം നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി വെക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. പിന്നെ ബെഡ് സൈഡ് ടേബിൾ ഞാൻ ഇങ്ങനെ 1, 2 ഏരിയാസ് ഉണ്ട് എല്ലാ ആഴ്ചയും ഞാനിങ്ങനെ തുടച്ച് വെക്കുന്നത് കേട്ടോ. ഇല്ലയെന്ന് വെച്ചാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളെ ബെഡ് സൈഡ് ടേബിളും ഇതേപോലെ തന്നെ പൊടി പിടിക്കും അതിൻ്റെ മേലെ. അപ്പം വീക്ക്ലി വൺസ് ഇതും ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. എന്താണെന്നറിയില്ല, ഓരോന്ന് നമ്മൾ മീൻസ് ഞാൻ വൃത്തിയാക്കി കഴിയുമ്പോൾ എനിക്ക് അടുത്തത് ചെയ്യാം ഒരു മോട്ടിവേഷൻ പോലെ. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ഒരു എനർജി തോന്നുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജും ഞാൻ തുടയ്ക്കാറുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാനിന്ന് ക്ലീൻ ചെയ്യുന്നില്ല, കാരണം വെജിറ്റബിൾസ് ഉണ്ട്. ഞാനിപ്പോൾ മാർക്കറ്റ് പോകുന്നതിൻ്റെ അന്നാണ്, അപ്പോഴത്തേക്ക് കാലിയാവും. അപ്പം അന്നത്തെ ദിവസമാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാറ്. ഇപ്പോൾ ഫുള്ളാണ്, അപ്പോൾ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, പുറമെ മാത്രം ഞാൻ ജസ്റ്റ് തുടച്ചിട്ട് പോകും. ഗ്യാസൊക്കെ സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആകെ മൂഡ് ഓഫ് ആയതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പിന്നെ ഈ ടൈലൊക്കെ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലാണ് ഞാനൊരു ഡീപ്പ് ക്ലീനിങ് പോലെ ചെയ്യാറ്. നമ്മൾ ഈ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ എണ്ണ മൊത്തം തെറിച്ച് കിടക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് കടുക്. ഈ വറവിടുമ്പോഴേ കടുക് പൊട്ടി തെറിക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ ഈ കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തം ഉണ്ടാവും കടുക്.
ക്ലീനിങ് മൊത്തം കഴിഞ്ഞ് ഈ കിച്ചൺ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. പിന്നെ മൊത്തത്തിൽ ഞാൻ എവിടേക്കാണോ ക്ലീൻ ചെയ്തത് അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു വിചാരം എൻ്റെ മനസ്സിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ അത്യാവശ്യം വർക്കൊക്കെ കഴിഞ്ഞു. എനിക്ക് എൻ്റെ മൂഡൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൂഡ് എനിക്ക് ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ വീഡിയോ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു, ഒരു ലോങ് വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാൻ എനിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ മൂഡിയായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ചിലപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ചെയ്താൽ എനിക്കത് ചെയ്യാൻ പറ്റും, എൻ്റെ മൂഡ് അത് ചേഞ്ച് ചെയ്യുന്നു. അത് അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഒരു പണി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ TV ഷെൽഫ് ക്ലീനിങ്. അപ്പം അത് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് അടുത്തത് ചെയ്യാൻ ഓക്കെ ആയി തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തതും. ഇനി എനിക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ ഒരു മീ ടൈം ഞാൻ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. കുറച്ച് ഫോണൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യണം. ഉറക്കം ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ എണീച്ചൊന്ന് ഫ്രഷ് ആവും, ഒന്ന് മേല് കഴുകണം. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ ഡിന്നർ കുക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഒരു കോഫി ഉണ്ടാക്കി. ഇതെൻ്റെ ഫേവറേറ്റ് കോഫി കൂടി സ്പേസാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെൻ്റെ ഒരു ഫേവറേറ്റ് സ്പേസായി മാറിയിട്ടുണ്ട് ഇപ്പം. റീസെൻ്റ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് മാമ്പൂവാണ്. നമ്മൾ ഈ മാങ്ങ ഉണ്ടാവുന്നതിന് മുമ്പ് മാവ് പൂക്കില്ലേ, അത് ബ്യൂട്ടിഫുൾ. ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവിടുന്ന് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഈ കിച്ചൺ തുറന്നാൽ അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ കുറേ ഈ കാണിച്ചു നമുക്ക് കണ്ടില്ലേ, ഇത് മൊത്തം ഇങ്ങനെ ഇവിടെ ഫ്ലാറ്റ്സും ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നിറയെ ശബ്ദങ്ങൾ കേൾക്കാം. രാത്രിയൊക്കെ ചിലപ്പം എന്തെങ്കിലും ഞാൻ ഡോറൊക്കെ തുറന്നാൽ ഈ പിള്ളേരുടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ പിള്ളേരുണ്ട്, പിള്ളേരുടെ ഈ ബഹളമൊക്കെ കേൾക്കാം. ഇവിടുന്ന് കിച്ചൺ ഓർക്കസ്ട്ര ഉണ്ടാവും. രസമാണ്, രാത്രി എനിക്കിഷ്ടമാണ്. ഇവിടെ പകലും അതേപോലെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ കുറച്ച് ഡസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കൂടുതൽ സമയം ഞാൻ അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഈ മാവ് ഇതിന് പൂത്തതിന് ശേഷം എനിക്ക് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങളിത് കണ്ടിട്ടില്ല, കാരണം ഞങ്ങൾ ഫെബ്രുവരിയിലാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം അപ്പോഴേക്ക് ഈ മാവ് കുറേ ഇത് പൊഴിഞ്ഞു പോയിട്ട് കുഞ്ഞ് കണ്ണിമാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് കൈ നീട്ടിയാൽ ഒന്ന് ശ്രമിച്ചാൽ മാങ്ങ പറിക്കാം. പക്ഷെ ഞങ്ങൾ എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് അത് പറിക്കാൻ തോന്നിയില്ല. എന്നോട് ഒരു ഹസ്ബൻഡ് പറയുന്നുണ്ട് നമുക്ക് പറിക്കാം കഴിക്കാമെന്ന്. നമ്മുടേത് അല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് പറിക്കാൻ തോന്നിയിട്ടില്ല. എന്നിട്ട് ഹൗസ് ഓണർ ഒരു പുള്ളിക്കാരനെയും കൂട്ടി വന്നു. എന്നിട്ട് ആളത് പറിച്ചുകൊണ്ട് പോയിട്ടോ. ഞങ്ങൾ പറിച്ചില്ല, ഞങ്ങളിങ്ങനെ ശശികളായിട്ട് ഇത്ര അടുത്തുണ്ടായിട്ട് ഞങ്ങൾ പറിക്കാതെ ശശികളായിട്ട് നോക്കിയിരുന്നു. ഇത്തവണ ഒന്ന് ശ്രമിച്ച് നോക്കണം. പിന്നെ കഴിഞ്ഞ വർഷം എന്താണെന്ന് വെച്ചാൽ കൂടുതലും എൻ്റെ കൈ കടയും നമ്മൾ ഇപ്പം മാരേജ് കഴിഞ്ഞൊരു സമയമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ അധികം ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏപ്രിലിൽ വിഷു ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് മാങ്ങ കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഉള്ളതാണ് അവർ പറിച്ചുകൊണ്ട് പോയത്, അങ്ങനെ എന്തോ ആണ്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ ഇത്തവണ എന്തായാലും പറിക്കണം എന്നുണ്ടായി. ഈ ബ്യൂട്ടിഫുൾ ഞാൻ നമുക്കൊരു ഏരിയ കാണിച്ചു തരാം. നോക്കിയാൽ ഒരു ബഞ്ചായിട്ട് ഇവിടെ നിന്നിട്ട് എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. ഈ ക്യാമറയിൽ നിന്ന് കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ലൈറ്റ് യെല്ലോ കളറിൽ കോഫി ഇപ്പം ഞാൻ ഉണ്ടാക്കിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പം പുറത്തെ കോഫി കുടിക്കുമ്പം അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മളെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കുക, അധികം മധുരമൊന്നും ഇടില്ല, പിന്നെ പാല് തരക്കേടുണ്ടാവില്ല. ഈ പുറത്ത് ഇവിടുത്തെ കോഫിക്ക് നമുക്ക് നാട്ടിലെ കാപ്പി പോലെയല്ലേ ഇവിടുത്തെ കാപ്പിക്ക് പാലൊരു ചുവ വരും. നാട്ടിൽ മിക്കവാറും ഈ മിൽമയൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുക ഹോട്ടൽസിലൊക്കെ. ഇവിടെ മിൽമ ഇല്ല, ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു പാലാണ് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം ഇവർ ഈ റേറ്റ് പൈസ കൂടുതലാണ് അതിന് കുറച്ച്. പക്ഷേ
മറ്റ് പാലിനെ കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ അത് ലാഭം കാണാനായിരിക്കും അവർ വേറെ ഏതൊക്കെയോ ബ്രാൻഡ്സാണ് അവർ യൂസ് ചെയ്യുക. അപ്പം അതിനൊക്കെ ഒരു ചുവ ഉണ്ടാവും. അപ്പം ചില പാൽ എനിക്ക് പറ്റില്ല. കോഫിയാണ് പ്രിഫർ ചെയ്യാറ്. ശരിക്കും ഇങ്ങനെ എൻ്റെ കോഫി, നമ്മൾ ഇഷ്ടപ്പെട്ട കോഫി കുടിച്ച് പുറത്തെ കോഫി അത്ര ഇഷ്ടമല്ല. നാട്ടിൽ പോയാലാണ് ഞാൻ പുറത്തധികം കോഫി കുടിക്കാറ്. ഞാനേ ഇപ്പോഴൊരു കാര്യം ഓർത്തത്, ഞാനിപ്പം ബാത്ത് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം എനിക്ക് ഇന്ന് ഡിന്നറിന് ചിക്കനാണ്. ചിക്കൻ കുക്ക് ചെയ്തിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാനുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്തിട്ട് അതേപടി പോയി വിളക്ക് കത്തിക്കുന്നതോട് എനിക്ക് എന്തോ താല്പര്യമില്ല. അപ്പോൾ ആദ്യം ഡിന്നർ കുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് ഞാൻ എന്തായാലും ബാത്ത് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിന്നർ കുക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മൂഡ് ഓഫ് ആയിരുന്നു ആക്ച്വലി രാവിലെ. കുറച്ചാൾക്കെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. രാവിലെ ഞാൻ കുക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് പരാജയപ്പെട്ടു. അതിൻ്റെയാണ് നിങ്ങൾ ചിക്കൻ ഞാനിത് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഫ്രൈ വെച്ചാൽ പൊരിക്കാനല്ല, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യില്ലേ, ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്യില്ലേ, എന്താ നിങ്ങൾ ഓരോരുത്തരും ഓരോന്നായിരിക്കും പറയുക. ഉള്ളി ഇതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, മീൻസ് തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഈ വകകളെല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചതയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുക്ക് ചെയ്യാൻ മാത്രം എനിക്ക് പറ്റിയില്ല, എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്തില്ല, അതാണ് സത്യം. അപ്പോൾ ഞാൻ ഇപ്പം അത് ഡിന്നറായിട്ട്, എന്താണോ ലഞ്ചിന് ഞാൻ പ്ലാൻ ചെയ്തത് അത് ഡിന്നറായിട്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ പ്ലാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുന്നതും പിന്നെ ഒരു ഗീ റൈസ് ആയിരുന്നു. കാരണം നെയ്ച്ചോറിൻ്റെ അരി ഉണ്ട്, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഈ കൈമ റൈസാണ്, അത് നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടാൻ കുറച്ച് റെയറാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അധികം നമുക്ക് വെച്ചാൽ അത് കേട് വന്നു പോവും. ആര്യവേപ്പിൻ്റെ ഇല ഇട്ട കൈമ റൈസ് കേട് വരില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആര്യവേപ്പിൻ്റെ ഇല ഇവിടെ ഉണ്ട്, പക്ഷേ മരത്തിൻ്റെ താഴെ ഏതോ ഒരു മഹാൻ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് താഴെ ഇന്ന് നമുക്ക് കിട്ടാനില്ല. ഞാൻ ഗ്രാമ്പുവാണ് ഇട്ട് വെച്ചത്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രാണി വരുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് തീർക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിന്നറായിരിക്കും. പിന്നെ ഞാൻ നെയ്ച്ചോറും ചിക്കനുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ചിക്കൻ സാധാരണ 2 തരത്തിലാണ് കേട്ടോ വെക്കാറ്. ഒന്ന് ഇതുപോലെ ഉള്ളി ഇട്ടിട്ട്, അല്ലെങ്കിൽ വറുത്തരച്ച് വെക്കും. വറുത്തരയ്ക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് പ്രോസസ്സാണല്ലോ, അത് ചെയ്യാനൊരു മൂഡും എനർജി ഒന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചു എന്നുള്ളൂ. പിന്നെ ഇപ്പം മിക്കവാറും ഞാൻ വറുത്തരച്ചിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇന്നെന്തോന്ന് ചേഞ്ചിന് തോന്നി. നെയ്ച്ചോറും അങ്ങനെ ഞാനൊരു ഗംഭീരമായിട്ടൊന്നും വെക്കാറില്ല. ഒരു 10-15 മിനിറ്റിൽ നെയ്ച്ചോറ് ഞാൻ വെച്ച് തീർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഉള്ളി വഴറ്റി പിന്നെ ഈ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അങ്ങനത്തെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ സ്പൈസസ് എല്ലാം ഇട്ട് ഒന്ന് മറ്റേ നമ്മളെ അരിയും ഊറ്റി വെച്ച അരിയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി തിളച്ച വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് ക്വിക്കായിട്ടുള്ള നെയ്ച്ചോറാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറ്. പിന്നെ ഈ കിച്ചണിൽ നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ മൾട്ടി ടാസ്കേഴ്സ് ആവാറുണ്ടല്ലോ. ഇപ്പുറത്തെ എനിക്ക് ഈ ഉള്ളി ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. പിന്നെ അതേ സമയം എനിക്ക് ഈ നെയ്ച്ചോറിൻ്റെത് വർക്ക് കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ നെയ്ച്ചോറിൽ ഞാൻ സുർക്കയാണ് ഒഴിക്കുന്നത്. ചിലർ നാരങ്ങനീര് പിഴിയാറുണ്ട്. ആദ്യം ഞാൻ നാരങ്ങനീരായിരുന്നു പിഴിയാറ്, ഇപ്പം ഞാൻ സുർക്കയാണ്. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി റൈസൊക്കെ വിട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ അങ്ങനെ വിസിൽ ഇടാറില്ല, ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ നോർമലി വിസിൽ ഇടാതെ വേവിച്ചെടുക്കുക ചെയ്യുക. ഞാനിതിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കുക്കറി വീഡിയോ അല്ല, നിങ്ങളെ ചുമ്മാ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതി. ചില പ്രത്യേക സാഹചര്യത്താൽ എൻ്റെ കുക്കിംഗ് വീഡിയോ എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം ഇവിടെ കറണ്ട് പോയി, പെട്ടെന്നാണ് കറണ്ട് പോയത്. എന്താണെന്നറിയില്ല, സാധാരണ അങ്ങനെ പോവാറില്ല.
പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എനിക്കറിയാം. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ ഇവിടെ അത് പിന്നെ നമ്മളെ മലയാളികളുടെ ഒരു പ്രവണതയാണല്ലോ. നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കും. ഞാൻ പുറത്തിറങ്ങി നോക്കി, ഇവിടെ കടകളിലും എവിടെയും കറണ്ടില്ല. അപ്പം മൊത്തത്തിൽ പോയതാണ്. ഞാൻ മിന്നി മിന്നി കളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്നാണ് അത് പോയത്. അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് മുമ്പാണ് കറണ്ട് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താ കുക്ക് ചെയ്തതെന്നുള്ളത്. നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. സന്ധ്യയായി ഓൾറെഡി. നമുക്കിപ്പം വേഗം ഇരുടാവുമല്ലോ. അപ്പം പോയിട്ട് ഇനി അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ നിർത്താൻ ശ്രമിക്കാം. പക്ഷെ അതെൻ്റെ ശീലമായിപ്പോയി. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ചിലപ്പം ഞാൻ ഈ വോയിസ് ഓവറും അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ അപ്പം എന്ന് പറയുന്നുണ്ടെന്ന്. മാറ്റാൻ ശ്രമിക്കാം. പെട്ടെന്ന് പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും ശ്രമിക്കാം. പെട്ടെന്ന് പോയി വിളക്ക് കത്തിക്കണം. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പം ഇത് ഷൂട്ട് ചെയ്യുന്നതും പിന്നെ കുക്കിങ്ങും എല്ലാം കൂടി കുറച്ചൊന്നും സമയമെടുത്ത്. സാധാരണ ഒരു 1 hour എൻ്റെ കുക്കിംഗ് എല്ലാം കഴിയും. ഡിന്നർ ആകുമ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വിളക്ക് കത്തിക്കട്ടെ. ഞാൻ മേല് കഴുകി വിളക്ക് കത്തിച്ചു. ഇപ്പം മനസ്സ് ആക്ച്വലി ഭയങ്കര ഒരു പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഞാൻ വീഡിയോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. എനിക്ക് ഇന്നത്തെ ഡേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഓരോ സമയത്ത് ഓരോ പോലെ ആയിരിക്കില്ല നമ്മളെ മൂഡ്. രാവിലെ എണീറ്റ് തൊട്ട് എനിക്ക് വല്ലാതെ ഒരു മൂഡ് ഓഫ് എന്നല്ല, ഒരു സ്ട്രെസ്സോ ഒരു ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു ഞാൻ. നമുക്ക് എല്ലാ സമയവും അങ്ങനെ എനർജറ്റിക് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷേ എന്നാലും ഒരു ദിവസം മൊത്തം അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാനുള്ളൊരു സമയം എനിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല. കുറച്ച് സമയം ഒരു 3 മണി ഞാൻ ടൈം പറഞ്ഞിരുന്നല്ലോ, ഒരു 3 മണി വരെ ഞാൻ ആ ഒരു മൂഡിൽ അങ്ങനെ ഇരുന്നു. എൻ്റെ ഒരു വർക്കും ഞാൻ തീർത്തിട്ടില്ല, ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. നിങ്ങളോട് എനിക്ക് ആ സംസാരിച്ച് തുടങ്ങിയപ്പം ആ ഒരു ഡിഫറൻസ് എനിക്ക് ശരിക്കും കണ്ടു. കുറേയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ അങ്ങനത്തെ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ നിന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.